സഫീനാന്ന് വേണ്ട, സഫീന. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഇതിലൊന്നും അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർ എഴുതിക്കുന്നത് എന്താ? സുഹൃത്തുക്കളെ, നാട്ടിൽ വല്ല കൊച്ചു പിള്ളേരും വല്ല അക്ഷരത്തെറ്റും വരുത്തിയാൽ ഉടനെ ചെവിക്ക് പിടിച്ച് തിരുത്താൻ ഓടിയെത്തുന്ന നമ്മുടെ സ്വന്തം സൂപ്പർ പ്രൊഫസർ KT ജലീൽ സാറിന് എൻ്റെ വക ഒരു വലിയ കുമ്പിടൽ എന്താ എനിക്കറിയില്ല, സാറെ തെറ്റ് തിരുത്തണം. ഒരു പൊതുവേദിയിൽ വെച്ച് ആ കൊച്ചു ചെറുക്കൻ്റെ ചെവിക്ക് പിടിച്ച് നിനക്ക് ഹിന്ദിയും ഇംഗ്ലീഷും എഴുതാൻ അറിയില്ലേടാ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വിചാരിച്ചു അത് വലിയൊരു മാസ പരിപാടിയാണ്. പക്ഷേ സംഗതി പാളി. ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ദാ വരുന്ന ചാനലിലിരുന്ന് അടുത്ത ന്യായീകരണം. ന്യായം കേട്ടാൽ അന്തം വിട്ടുപോകും. അഭിമുഖത്തിൽ ആദ്യത്തെ ചോദ്യം, അതായത് ചാനലുകാരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഏതോ ഒരു ചാനലിൻ്റെ ഒരാൾ ചോദിച്ചു, സാറേ പൊതുവേദിയിൽ വെച്ച് കുട്ടിയുടെ ചെവിക്ക് പിടിച്ച് വേദനിപ്പിച്ചത് മോശമായില്ലേ? അതിന് സാറിൻ്റെ മറുപടി കേട്ടോ, ഞാൻ ചെവി നുള്ളിയിട്ടില്ല, വെറുതെ ഒന്ന് പിടിച്ചതേ ഉള്ളൂ എന്ന്. സാറേ, ആ പൊതുവേദിയിൽ വെച്ച് സകല ആൾക്കാരുടെ മുന്നിൽ നിർത്തിയൊരു കൊച്ചുകുട്ടിയുടെ ചെവിക്ക് പിടിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് ഈ സൈക്കോളജിക്കൽ മാനസിക വിഷമം എന്നൊക്കെ പറയുന്നത്. അതിന് പുള്ളി പറയുകയാണ്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്, അവൻ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത് എന്ന്. അതായത് സാർ അടിച്ചാലും പിടിച്ചാലും ആ കുട്ടി അവിടെ എന്ന് ചിരിച്ചോളണം, ഇല്ലെങ്കിൽ ഇത് സാറിന് അപമാനമാകും. എങ്ങനെയുണ്ട് ലോജിക്ക്? ഇനി അടുത്ത ഐറ്റം, അടുത്ത വേറൊരു ചാനലുകാർ ചോദിക്കുകയാണ്, സാറിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മൊത്തം ആൾക്കാർ വന്ന് ചീത്തവിളിയും വിമർശനവുമാണല്ലോ, ജനങ്ങൾക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അതിന് ജലീൽ സാർ തരം പോലെ ഒരു കണക്കിറക്കി. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുന്നത് മൊത്തം മുസ്ലിം ലീഗുകാരും ജമായത്തുകാരുമാണ്, കോൺഗ്രസ്സുകാർ പോലും കുറവാണ്. കമൻറ്റ് നോക്കരുത്, ലൈക്ക് നോക്കണം, ലൈക്കിൻ്റെ 4-1 കമൻറ്റേ ഉള്ളൂ എന്ന്. എൻ്റെ സാറേ, ഫേസ്ബുക്കിൽ വിമർശിക്കുന്നതിനെയൊക്കെ പ്രതിപക്ഷ പാർട്ടിയിൽ ചേർത്തുന്ന ഈ ബുദ്ധി ഉണ്ടല്ലോ, സമ്മതിക്കണം. കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ട് ലൈക്കിൻ്റെ എണ്ണം നോക്കി ജനപിന്തുണ അളക്കുന്ന ജലീൽ സാറാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനാധിപത്യവാദി. പക്ഷേ ഇതിനെയൊക്കെ വെല്ലുന്ന ഒന്നാമത്തെ കോമഡി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തൊരു ചാനലുകാരൻ ചോദിച്ചു, കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നത് സ്വാഭാവികമല്ലേ? സാറിന് MA എഴുതിയ കാലത്ത് അബദ്ധം പറ്റിയിട്ടില്ലേ എന്ന്. അപ്പോൾ സാറ് പറയുകയാണ്, അത് അബദ്ധമല്ല, ME എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ സൂപ്പർ ഭക്ഷണം എന്നാണ് അർത്ഥം. അവർക്ക് ദുബായിലും ഏജൻസികളുണ്ട്, അതായിരിക്കും ഉദ്ദേശിച്ചത് എന്ന്. സാറേ, നമ്മൾ വിചാരിച്ചു സാർ വെറും ഒരു ചരിത്ര പ്രൊഫസറാണെന്ന്. പക്ഷേ പുള്ളി അന്താരാഷ്ട്ര ഭാഷാ ഗവേഷകനാണ്. നാട്ടിലെ കുഴിയും മഴയും കുഴിയും ആയി മാറുന്ന ഈ നാട്ടിൽ കൊച്ചു പിള്ളേർ അറബിക്ക് ലോജിക്കൽ ME എന്ന് എഴുതണമെന്ന് പറയുന്ന സാറിൻ്റെ ആ ഒരു റേഞ്ച്, അത് വേറെ ലെവലാണ് സാറേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലോകത്തിലുള്ള സകല ഭാഷയിലും സാറിന് സ്വന്തം പേര് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയുമോ സാറേ? എന്നിട്ടല്ലേ ആ കൊച്ചു പിള്ളേരെ പിടിച്ച് അപമാനിക്കുന്നത്? വിവാദങ്ങൾ കൂടിയപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറഞ്ഞു. അത് സാറിൻ്റെ മറുപടി എന്താ? അപ്പോൾ സാറ് പറയുകയാണ്, എനിക്കെതിരെ കേസെടുത്തോട്ടെ, എന്നെ അങ്ങ് ജയിലിൽ ഇട്ടോട്ടെ, ഞാൻ മുൻകൂർ ജാമ്യത്തിനും പോകില്ല എന്ന്. പണ്ട് മുസ്ലിയാർക്കെതിരെ കേസെടുത്തപ്പോൾ എന്തുകൊണ്ട് ജയിലിലിട്ടില്ല എന്നൊക്കെ ആണ് പുള്ളി ചോദിക്കുന്നത്, നമ്മളെ ജയിലിലാക്കാൻ. പുള്ളി എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചാണ് ചോദിക്കുന്നത്. തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് എനിക്ക് പറ്റിയ ഒരു വീഴ്ചയാണ് എന്ന് പറയാൻ ഈ വലിയ പൊതുപ്രവർത്തകർക്ക് എന്താണ് ഇത്ര മടി? കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് സ്വന്തം തെറ്റുകൾ തിരുത്താൻ പഠിക്കണ്ടേ സാറേ? അതുകൊണ്ട് ജലീൽ സാറേ, ഈ ME ന്യായീകരണവും ഫേസ്ബുക്ക് ലൈക്കിൻ്റെ കണക്കുമൊക്കെ വെച്ച് ജനങ്ങളെ ഇനി അങ്ങോട്ട് വിഡ്ഢികളാക്കാൻ നോക്കണ്ട. കുട്ടികളോട് ഇഷ്ടപ്പെടുമ്പോൾ അല്പം സ്നേഹവും ബഹുമാനമൊക്കെ കാണിക്കാം. അപ്പോൾ ശരി സുഹൃത്തുക്കളെ, ജലീൽ സാറിൻ്റെ ഈ അന്താരാഷ്ട്ര ന്യായീകരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.